ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തേക്കുള്ള നമ്മുടെ വായനാഭാഗം 1 രാജാക്കന്മാർ 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം 1 രാജാക്കന്മാർ 8-ാം അധ്യായം 11-ാം വാക്യം. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. ദൈവിക സാന്നിധ്യത്തിൻ്റെ മഹത്വവും അതിനോടുള്ള മനുഷ്യൻ്റെ പ്രതികരണവും മനസ്സിലാക്കുന്നത് ഏറെ ആവശ്യമാണ്. ഇന്നത്തെ വായനാഭാഗത്ത് ശലോമോൻ രാജാവ് ദേവാലയം സമർപ്പിക്കുകയും അതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം നിറയുന്നതായും കാണുന്നു. മാത്രമല്ല, ജ്ഞാനവും അനുഗ്രഹങ്ങളും ലഭിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് അവിടെ സംജാതമാകുന്നത്. അതിനാൽ ഇന്നത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ആത്മീയ സത്യം എന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വത്തോടുള്ള മനുഷ്യൻ്റെ പ്രതികരണം എങ്ങനെ സാധ്യമാക്കാം എന്നതാണ്. ഒന്നാമതായിട്ട്, മനുഷ്യർ വിശുദ്ധരും ഭക്തിയുള്ളവരുമാകണം. ശലോമോൻ പണിത ദേവാലയത്തിൻ്റെ സമർപ്പണം നടത്തുമ്പോൾ ആലയം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞു എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. മാത്രമല്ല, മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽക്കുവാനായിട്ട് പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല എന്നും അവിടെ കാണുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് ദൈവ സാന്നിധ്യം പ്രകടമാക്കാത്ത ആരാധനകൾ വെറും ആചാരം മാത്രമാണ് എന്നാണ്. എന്നാൽ ദൈവ സാന്നിധ്യം ലഭ്യമാകണമെങ്കിൽ നാമും നമ്മുടെ ചുറ്റുപാടുകളും വിശുദ്ധവും ഭക്തിസാന്ദ്രവുമായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവിക സാന്നിധ്യമുണ്ടോ? രണ്ടാമതായിട്ട്, മനുഷ്യർ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നവരാകണം. ശലോമോൻ രാജാവിൻ്റെ ഭക്തിസാന്ദ്രവും അർത്ഥസമ്പുഷ്ടവുമായ ഒരു പ്രാർത്ഥനയാണ് 1 രാജാക്കന്മാർ 8-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. യഹോവയുടെ യാഗപീഠത്തിന് മുൻപിൽ മുഴങ്കാൽ മടക്കി കൈ ആകാശത്തേക്ക് മലർത്തിയായിരുന്നു രാജാവ് ഇവിടെ പ്രാർത്ഥിച്ചത്. തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും ജീവിതത്തിൽ നിന്നും താൻ അനുഭവിച്ചറിഞ്ഞ ഒരു സത്യം ദൈവം വാഗ്ദാനങ്ങൾ നിവർത്തിക്കുന്നവനാണ് എന്നാണ്. രാജാവ് തൻ്റെ പ്രാർത്ഥനയിൽ അത് ഓർക്കുകയും അതിനായി നന്ദി പറയുകയും ചെയ്യുന്നു. എന്നാൽ ജീവിതത്തിൽ കുറവുകൾ തെറ്റുകളൊക്കെ സംഭവിച്ചു പോകാറുണ്ട്. എന്നാൽ മനം തിരിവോടെ ദൈവസന്നിധിയിലേക്ക് വന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്ന ഉറപ്പ് ഇവിടെ ശലോമോൻ രാജാവ് നൽകുന്നു. മാത്രമല്ല, ദൈവം പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ് എന്നും ശലോമോനോട് ഉറപ്പ് നൽകുന്നു. ഇത്തരത്തിൽ ദൈവസന്നിധിയിൽ വിനയത്തോടെ ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവത്തോടുള്ള ശരിയായ ബന്ധം നാം നിലനിർത്തേണ്ടത് പ്രാർത്ഥനയിലൂടെയാണ്. അങ്ങനെയെങ്കിൽ ഒരു ശരിയായ വിലയിരുത്തൽ നമുക്ക് ഇന്ന് ആവശ്യമാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമായി നാം ഇന്ന് സൂക്ഷിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഈ ദൈവ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ടോ? എൻ്റെ സമൃദ്ധിയിലും എൻ്റെ വിജയത്തിലും ഞാൻ വിനയത്തോടെ ദൈവത്തെ ആദരിക്കുന്നുണ്ടോ? ശാന്തമായി നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെയും ശരീരങ്ങളെയും അവിടുത്തെ ആലയമാക്കി തീർക്കണമേ. വിശുദ്ധിയോടെയും ഭക്തിയോടെയും അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സേവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. വിനയത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് വരുവാൻ ഞങ്ങളെ എപ്പോഴും അവിടുന്ന് ഇടയാക്കണമേ. അതിന് തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും ഞങ്ങൾ സങ്കടപൂർവ്വം ഏറ്റുപറയുന്നു. ഞങ്ങളെ തന്നെ അവിടുത്തെ ആലയമായി സൂക്ഷിക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.